ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോ. അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് നന്നായിട്ട്. എനിക്കറിയില്ല എന്താ ഇഷ്യൂസ് എന്ന്, പക്ഷെ നല്ല രീതിക്ക് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. ചില സമയത്ത് കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്തിങ് റീഡ് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ചെക്ക്. പ്ലീസ് ഗൈഡ് മീ വൈ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ. പ്ലീസ് ഗൈഡ് മീ. ബാലൻസ്. ടെമ്പറൻസ് കാർഡാണ് ഫസ്റ്റില് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ടെമ്പറൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. ചില സമയത്ത് ലൈറ്റ് അങ്ങ് മൊത്തത്തിൽ വരും, ചില സമയത്ത് ഒരനക്കം ഉണ്ടാവില്ല. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. പ്ലീസ് ഗൈഡ് മീ. God. Six of Swords in energies ആണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ ഫൈൻ. ലെറ്റ്സ് ചെക്ക്. ബോട്ടം ഓഫ് ദി ഡെക്ക് എംപറർ. കറന്റ് എനർജീസ്. എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ഞാൻ നോക്കിയിട്ട് പറയുന്നുള്ളൂ. എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ ആണ് കേട്ടോ. എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻസ് പറയാം. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്, നല്ല രീതിക്ക് ബാലൻസ് ഇല്ലായ്മയുണ്ട്. അപ്പൊ ബാലൻസ് മീൻസ് നമ്മൾ പറയത്തില്ല ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഈ ഒരു കണക്ഷനിൽ ഇവിടെ ഒരാൾ ഗിവറും ഒരാൾ ടേക്കറും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നുള്ളത്. നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ അറിയാനും പറ്റുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ പീസ് ഇല്ല. സോ ഇപ്പൊ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഗുഡ് പ്രോസ്പെക്റ്റീവ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ചൊവ്വനെ ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം ഈ ഒരു ടൈമിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങൾ ഇവരുമായിട്ട് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ, അതായത് പാസ്റ്റ് ലൈഫ് അല്ല, പാസ്റ്റില് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം എന്താ പറയാ, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഇരുന്നിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ കൂടെ കുറെ അധികം ഹാർമോണിയസ് ആയിട്ടുള്ള എന്താ എനർജീസിൽ പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ശരിക്കും നമ്മൾ എപ്പോഴും അറ്റ് പ്രസന്റ് എനർജീസ് ആണല്ലോ ചെക്ക് ചെയ്യുന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആവാനായിട്ടുള്ള ഒത്തിരി എനർജീസ് ഉണ്ട്. ഈ ഒരു കണക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു ടൈമിൽ, ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ അപ്പം അങ്ങനെ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ടൈമിലും നിങ്ങൾ ഒത്തിരിയും സെൽഫ് ഹീലിംഗിന്റെ എനർജീസിലാണുള്ളത്, ഇംബാലൻസിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. ബാലൻസ് എനർജീസ് ആയിരിക്കണമല്ലോ. എപ്പോഴും നമുക്കൊരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് വേണം. പക്ഷെ ഇവിടെ ഈ ഒരു ടൈമിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഒരു ഇംബാലൻസ് എനർജീസ് ആണ് എനിക്ക് ഒരു കണക്ഷനിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്, ഈ ഒരു കണക്ഷന്റെ എനർജിക്ക് വേണ്ടിയിട്ട്. സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ റീഡിങ്സ് എടുത്ത് നോക്കുന്നുണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേഖി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖി ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം, ചക്ര ഹീലിംഗ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഹീൽ ആവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഫോക്കസ് ഒന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജീസ് ആണ് സോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. ഇവിടെ ഈ ഒരു ടൈമിൽ ഇത്രയും ഹാർഡ്ഷിപ്പുകൾ ഈ ഒരു കണക്ഷനിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നാളെ ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണെ നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി ഒരു എംപറർ എന്നുള്ള ഒരു എനർജി ഇല്ല, യാതൊരു തരത്തിലുള്ള കുലുക്കവും ഇല്ല. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും മൈൻഡ് ഇല്ലാത്തൊരു എനർജിയിൽ ആ ഒരു വ്യക്തി നടക്കുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മാത്രമാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ഒരു കണക്ഷന്റെ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പം പക്ഷെ
ഇപ്പം നമുക്ക് ഒരിക്കലും ഒരു സൈഡിലേക്ക് വെള്ളം തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു കറക്റ്റ് എത്തേണ്ട ആ ഒരു ദിശയിലേക്ക് എത്തുന്നുണ്ടാവില്ല. രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഒരു കറക്റ്റ് ദിശയിലേക്ക് അത് എത്തുള്ളൂ, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അത് വീണ് പോകുന്നുണ്ടാവും. സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഒരു കണക്ഷന്റെയും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ കുറെ കാലമായിട്ട് ഒറ്റയ്ക്ക് തുഴയുകയാണ് ഈ ഒരു കണക്ഷനെ ഒരു കരക്കെത്തിക്കാൻ വേണ്ടി. പക്ഷേ എങ്കിൽ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ സ്റ്റെബിലിറ്റിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ സം ഓഫ് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. എല്ലാവർക്കും അല്ല, വളരെ കുറച്ച് എനർജീസ് ആണ്. അല്ലെങ്കിൽ പ്രസന്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് മേ ബി ഈ ഒരു വ്യക്തിയുടെ സിറ്റി ഒക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം, അതർ കൺട്രീസ് ആയിരിക്കാം. ബട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവാം ജസ്റ്റ് റീസെന്റ് ആയിട്ട്. സോ ഇവിടെ ജോബ് എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്, ആ ഒരു എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ താമസിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് കൂടുതലായിട്ടും വാട്ടർ ബോഡീസ് ഉണ്ടായിരിക്കാം, കായലായിരിക്കാം, അല്ലെങ്കിൽ കടലായിരിക്കാം. അങ്ങനെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിൽ ബിലീവ് ചെയ്യാത്ത ആളുകളാണ്, നിങ്ങളുടെ ഡിവൈൻ പവർ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഏത് ഡിവൈൻ പവർ ആണ്, ആ ഒരു പവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും. നിങ്ങളുടെ ലൈഫിനെ ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് ബാലൻസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പിരിച്വൽ ലെവലിൽ ബാലൻസിൽ വരുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ ഈ ഒരു ഇന്നർ പേസ് ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷൻസ് അത് സോർട്ട് ഔട്ട് ആവുന്നുണ്ട്, ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും എന്നുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കറന്റ് സിറ്റുവേഷൻ, ഈ ഒരു കണക്ഷനിൽ. നമുക്ക് കറന്റ് ഫീലിംഗ്സ് നോക്കാം. നിങ്ങളുടെ റീഡിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കറന്റ് സിറ്റുവേഷൻ പറയുന്നുള്ളത് കേട്ടോ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഏഞ്ചൽസ്, യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ബോട്ടം ഓഫ് ദി ഡെക്ക്, 2 of Wands എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റിലെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിനെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജീസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു കണക്ഷൻ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാ, ഇപ്പം ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളെ ഡീൽ ചെയ്യുന്ന വ്യക്തി, പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ. അതുകൊണ്ടായിരിക്കണം മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാത്തത്, ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കാത്തതും. കാരണം ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസിന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല. ശരിക്കും ഇതൊരു ജസ്റ്റ് ഇയാൾ ചിന്തിക്കുന്ന ഒരു മേ ബി ഇതൊരു അട്രാക്ഷൻ ആവാം, അതൊരു ലവ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്ക് ഇല്ല. അപ്പം ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജി, ഒരു ക്ലാരിറ്റി വേണം. ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കുന്നുണ്ടാവും. സോ അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിൽ അത് പ്ലാൻ ചെയ്യും, അതിനുശേഷമായിരിക്കും ഇവർ ആക്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അത് എന്തും ആകാം. ഫോർ സം ഓഫ് ഇവിടെ ഫ്യൂച്ചർ പ്ലാനിങ് ആവാം, നിങ്ങളുമായിട്ടുള്ള മാരേജ് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്കുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആവും. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ സംതിങ് ഇസ് റിലേറ്റഡ് ടു ഫാമിലി. എനിക്ക് തോന്നുന്നു ഫാമിലി ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം മേ ബി ഇവിടെ അല്ല ഫാമിലി ഇവിടെ തേർഡ് പാർട്ടി ആയിരിക്കാം. ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല, ഇവർ വിചാരിക്കുന്നത് ഇവരുടേതായിട്ടുള്ള ട്രഡീഷൻസിൽ മാരേജ് ചെയ്യണം, അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു എനർജീസ് ആയിരിക്കാം. സോ അങ്ങനെയും ഉണ്ടാകാം. പിന്നെ ഫാമിലിനെ ഒക്കെ ആണെങ്കിലും സമ്മതിപ്പിച്ച് അങ്ങോട്ടേക്ക് മാരേജ് ചെയ്ത് പോകുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരെയും എതിർത്ത് പിടിച്ച് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നോ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നൊന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം അതുണ്ട് ഇവിടെ. ഇനി അതല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരിഡ് ആണെന്നുള്ള ഒരു എനർജി ആണെങ്കിൽ, നിങ്ങൾ ഒരാൾ മാരിഡ് ഒരാൾ അൺമാരിഡും ആണെന്നുള്ള ഒരു എനർജി ആണെങ്കിലും ഇവിടെ ഫാമിലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവര് ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇയാൾക്ക് ആഗ്രഹമുണ്ട് ഒരു കണക്ഷനിൽ നിൽക്കണം എന്ന്, സ്റ്റേബിൾ ആയിട്ട് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണം, എപ്പോഴും നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവർ ഒളിച്ചോടുകയാണ്, സത്യത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുകയില്ലേ.
സോ ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരിയധികം നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം പലതവണ. ആ ഒരു എനർജീസ് എനിക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒത്തിരിയധികം മാനിപ്പുലേഷന്റെ എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ. സോ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ്, എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് തോന്നുന്നു, എന്റെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ ആയിട്ട് എനിക്ക് ഫീൽ. നിങ്ങൾ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയി ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഉണ്ടാവത്തില്ല എന്ന്. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരിയധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതൊന്നും കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കാം, അത് ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, പിന്നെ അതൊക്കെ പിന്നെയല്ലേ, നമുക്കത് ആലോചിച്ച് എല്ലാം സെറ്റാക്കി ശരിയാക്കാം, എല്ലാം ഓക്കെ ആക്കാം എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വേർഡ്, കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ന പോലെയാണ്, ഒരു വാക്കിന്റെ പുറത്തായിരിക്കാം ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ജസ്റ്റ് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിങ്ങിന്റെ എനർജീസ് ആണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോമിസസ് അതൊരിക്കലും ഈ ഒരു വ്യക്തി എന്താ, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ, ഇയാൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനം അതൊരിക്കലും ഈ ഒരു വ്യക്തി കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സയൻസ് നോക്കുവാണെങ്കിൽ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. ദെൻ സജിറ്റേറിയസ് സ്ട്രോങ്ലി ഇവിടെ ഫയർ സൈൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി, ചിങ്ങം ആ ഒരു എനർജി, ചിങ്ങം രാശി. സോ അങ്ങനത്തെ ഒരു എനർജീസ് ഇവിടെ. ചക്രാസ് നോക്കുവാണെങ്കിൽ ക്രൗൺ ചക്ര, സാക്രൽ ചക്ര, അതുപോലെ തന്നെ സോളാർ പ്ലെക്സ് ചക്ര, റൂട്ട് ചക്ര, തേർഡ് ഐ. ഇവിടെ നിങ്ങളുടെ, എനിക്ക് തേർഡ് ഐ ചക്രയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളെ കുറെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഓക്കെ, കാരണം ഇവിടെ കുറച്ച് പേരുടെ എങ്കിലും ഒക്കെ തേർഡ് ഐ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജി, നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ, നമ്മൾ പറയത്തില്ലേ, ഓൾറെഡി ഇവർക്ക് ഫാമിലി ഉണ്ടാവാം, പക്ഷെ എന്നാൽ പോലും ഇവർക്ക് നിങ്ങളൊരു ഹീലർ ആയിട്ടായിരിക്കും ഇവരുടെ ലൈഫിലുള്ളത്. നിങ്ങളെന്ന് പറയുന്ന ഇവരുടെ ലൈഫിൽ സൺ ആയിരിക്കാം, ഒരു സൺ റേസ് ചെയ്ത് നിങ്ങളില്ലാത്ത ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സണ്ണിന്റെ എനർജി, അല്ലെങ്കിൽ ഒരു മൂണിന്റെ എനർജി, ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിന്റെ എനർജീസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളത്. നമ്മൾ പറയില്ലേ, ചിലരൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഉഷാറായിരിക്കും. അപ്പം ചിലര് പിന്നെ അത്രയും ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇല്ലാതായി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒത്തിരി അധികം ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഇവർ സങ്കടം വരുമ്പോൾ കാര്യങ്ങൾ പറയാനായിട്ടും ഇവരെ ഹീൽ ചെയ്യാനായിട്ടും എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളെ ഇവിടെ കൊണ്ടു നടന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതിലൊരു മാരേജിലേക്ക് പോകണം എന്നുള്ളൊരു ഡിസയർ ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാണെങ്കിലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കുമല്ലോ ആ മാനിഫെസ്റ്റേഷൻസ് വർക്ക്ഔട്ട് ആവുന്നത്, അല്ലാതെ ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ആക്ഷൻസും വരുമ്പോഴാണ് യൂണിവേഴ്സും കൂടെ നമ്മളെ, എൻ്റെ യൂണിവേഴ്സും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിൽ ആക്ഷനും കൂടി എടുക്കുന്നുണ്ടാവണം. അപ്പോൾ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷനിൽ ആക്ഷൻ ഇല്ല, പക്ഷെ പ്രോമിസസ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ അവിടേക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളത്. കാരണം ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സിൽ. കാരണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ട്രാൻസിഷൻ വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവര് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ആക്ഷൻ എന്നുള്ള ഒരു എനർജി ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒരു കണക്ഷനിൽ വേണം, ഇവിടെ ഒരു ട്രാൻസിഷൻ വേണം, ചേഞ്ച് വേണം, നിങ്ങളുമായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജീസ്, നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ഫൈനലി ഇവിടെ വന്നിട്ടുള്ളത് എല്ലാം തോട്ട്സ് മാത്രമാണ്. അവിടെ ഒരു ആക്ഷൻ വരുമ്പോഴാണ് കാര്യമുള്ളത്. പക്ഷെ ഇവിടെ ആക്ഷൻ എടുക്കേണ്ട ടൈം ആകുമ്പോഴേക്കും ആളുടെ എനർജി 7 ഓഫ് സോർട്സിന്റെ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
പറ്റിക്കുന്ന അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു എനർജി, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഇവിടെ ഒരു സൺറൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇവിടെ ഒരു മൂവിങ് ഉണ്ടാവുമെന്ന്. ഇവിടെ ഈ ഒരു കണക്ഷൻ ഒരു ചേഞ്ചസ് ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. ചിലർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഇവിടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആയിരിക്കും. പക്ഷേ എങ്കിൽ ഇവിടെ കറന്റ് ഫീലിങ്സിൽ എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു എനർജീസ് ഒന്നുമില്ല. മൈൻഡിലൊക്കെ നല്ല നല്ല തോട്ട്സുകളും കാര്യങ്ങളാണ്, പക്ഷെ ഇവിടെ ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ ആക്ഷൻ വരുമ്പോഴാണ് 7 ഓഫ് സോഡ്സിന്റെ ഈ 7 ഓഫ് സോഡ്സിന്റെ എനർജിയിൽ ഈ ഒരു വ്യക്തി മാറിയാലേ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുള്ളൂ ഈ ഒരു കണക്ഷൻ എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ പാർട്ടിസിപ്പേഷൻ എനർജീസ് ഒക്കെ വന്നിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി, ലോൺലിനെസ്, പാർട്ടിസിപ്പേഷൻ, ലെറ്റിംഗ് ഗോ, ക്ലെൻസിങ് ടു ദ പാസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പാസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എനർജി. സോ അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കണക്ഷന്റെ. അപ്പം ഫോർ സം ഓഫ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പിടിച്ചിട്ട് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെങ്കില് നിങ്ങൾക്ക് ശരിക്കും അവരുടെ ഒരു വിവരങ്ങളോ അറിയത്തില്ല. തിരിച്ചാവാം, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എനർജീസിൽ നിങ്ങളുടെ ഒരു വിവരങ്ങളോ അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട് ഈ ഒരു വ്യക്തിക്ക്. സോ ക്ലെൻസിങ് ടു ദ പാസ്റ്റിന്റെ എനർജീസ് ആണ്. നിങ്ങൾ ഈ ഒരു പാസ്റ്റ് എനർജീസിനെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം, മുഷിഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു എനർജീനെ ക്ലെൻസ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ട്രാൻസിഷൻ വരുള്ളൂ, ഇവിടെ ഒരു ചേഞ്ച് വരത്തുള്ളൂ. ഇവിടെ ഒരു നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഹീൽ ആയാൽ മാത്രമായിരിക്കും ഇവിടെ ഒരു ചേഞ്ചസ് ഈ ഒരു കണക്ഷനിൽ വരാൻ പോകുന്നുള്ളൂ, ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുള്ളത്. ഈ ഒരു കണക്ഷൻ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ തന്നെ എനർജീസ് ആണ് കേട്ടോ. ഫോർ സം ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിൽ പടം വരയ്ക്കാനായിട്ടൊക്കെ ഇഷ്ടമായിരിക്കാം. നിങ്ങൾ പടമൊക്കെ വരയ്ക്കുന്നുണ്ടാവും. ആർട്ടിസ്റ്റ് എനർജീസ് ഒക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർ സം ഓഫ് ഇവിടെ ഹീലേഴ്സ് ആയിരിക്കാം, നിങ്ങൾ റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഹീലിംഗ് ഫീൽഡിലൊക്കെ ആയിരിക്കാം നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. അതും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പാർട്ടി ഓർഗനൈസർ എനർജീസ് എനിക്കറിയില്ല, പാർട്ടി ഓർഗനൈസർ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളാവാം, അല്ല നിങ്ങളുടെ പേഴ്സൺ ആവാം. ആ ഒരു എനർജീസ് ഇവിടെ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കണക്ഷൻ. അത് ഇവർക്കും അറിയാം, നിങ്ങളുടെ പേഴ്സണും അറിയാം പാർട്ടിസിപ്പേഷൻ വേണം, എന്നാൽ മാത്രമേ കണക്ഷൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്നറിയാം. പക്ഷേങ്കിൽ ഇത്രയും ഈ ഒരു പാസ്റ്റിൽ സ്റ്റക്ക് ആയിരിക്കുന്ന അത്രയും ടൈമിൽ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കണക്ഷനിലുള്ള ഒരു നിങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. സോ വളരെ സാഡ് ആണ്, ഡൗൺ ആണ്, ലോൺനെസിന്റെ എനർജീസ് ആണ്. നിങ്ങളില്ലെങ്കിൽ വളരെയധികം ഡൗൺ ആണ്. നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ട് ആള് ഹാപ്പി ഒന്നും അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന്, പക്ഷെ അങ്ങനല്ല. വെളിയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്, പക്ഷെ ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥ. നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫേവറിൽ നിന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിലരുടെയൊക്കെ ക്യാരക്ടർ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടാവാം. നിങ്ങൾക്ക് ഓൾറെഡി ഒക്കെ അറിയാം എന്താ ഒരു കണക്ഷനിൽ മുന്നോട്ട് പോവാത്തതിന് ഒരു റീസൺ എന്താണ്, നിങ്ങൾക്കും കുറെയൊക്കെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറെ പേർക്കൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും കുറച്ച് പേർക്കൊക്കെ അറിയാം എന്തുകൊണ്ടായി ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ലെറ്റിംഗ് ഗോ ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള അതായത് ഏതൊരു കാര്യത്തിനും ഫ്രീഡം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അവരെ യാതൊരു തരത്തിലുള്ള ചേസും ചെയ്യാതെ നമ്മളൊരു നോക്കൗട്ട് ആയിട്ട് ഉള്ളിൽ നിന്നിട്ട് തുറന്നു വിടുക എന്നാണ് പറയുന്നുള്ളത്. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു പക്ഷിയെ നമ്മൾ ഫ്രീഡം ആയിട്ട് തുറന്നു വിടുന്ന പോലെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ഫ്രീഡം ആയിട്ട് കൈ അയച്ചു വിടുക, പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതായ ശേഷം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുള്ള ഫീലിങ്സ്, ഇമോഷൻസ് അത് ജെനുവിനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ഉള്ളതല്ല. അത് ലൈക്ക് കാർമിക് സൈക്കിൾസ് ആവാം. നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നുള്ളത്, പക്ഷെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും നമ്മളിപ്പോ ഒരു കണക്ഷനിൽ നിന്നിട്ട് കുറെ കാലം നമ്മളിങ്ങനെ ഡിപ്രഷനിൽ നിൽക്കുന്നു, അവരൊരു ക്ലാരിറ്റി തരുന്നില്ല, ഇങ്ങനെ വരുമ്പോൾ വന്നും പോയി വല്ലപ്പോഴും ഒക്കെ മെസ്സേജ് അയച്ച് നിൽക്കുന്നു. അതിലൊന്നും ഒരു ജെനുവിനിറ്റി ഇല്ല. നമ്മളെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് അത്.
അങ്ങനെയൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഒരാളായിട്ട് വലിയ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലിയർ കട്ട് ആയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കണക്ഷനിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ നിങ്ങൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ ഒരു കണക്ഷനിൽ നിൽക്കണോ, ഞാൻ അത് മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരൊരു ക്ലാരിറ്റി തന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമ്മളോട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ഗൈഡൻസ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റിംഗ് ഗോ ചെയ്യാൻ പറയുന്നുള്ളത്. സോ ലെറ്റ് ഗോ ചെയ്യുക ഈ ഒരു കണക്ഷനെ. നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ബേർഡൻസും ആ ഒരു സ്ട്രെസ്സും ഒക്കെ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്തോളുക. ഓക്കെ, യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്തോളുക. യൂണിവേഴ്സിൽ എല്ലാം അർപ്പിക്കുക, സറണ്ടർ ചെയ്യുക കംപ്ലീറ്റ്ലി യൂണിവേഴ്സിന്. ആ ഒരു ടൈമിൽ ഇവിടെ ഒരു ബാലൻസ്, ഈ ഒരു ലെറ്റിംഗ് ഗോ ഇവിടെ സംഭവിച്ചാൽ മാത്രമേ ഇവിടെ ഈ ഒരു സൺ റേസ് ചെയ്യുകയും ഈ ഒരു വ്യക്തി ഇവിടെ ആക്ഷൻ ഫോമിലേക്ക് വരികയും ചെയ്യുള്ളൂ. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ബട്ട് ഞാൻ ഒരു തവണയും കൂടെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്നില്ല ഒന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് ഈ ഒരു എനർജി കണ്ടിട്ട് ഇവിടെ ഒരു സൺ റേസ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ വരും. പക്ഷെ അത് ആക്ഷൻ ആയിട്ട് എടുത്താൽ അവിടെ ഒരു സൺ റേസ് ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ലവേഴ്സ്. ഓക്കെ, സ്റ്റെബിലിറ്റി, സ്റ്റെപ്പ് ബാക്ക്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ അല്ലാതെ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റോ സ്റ്റെബിലിറ്റിയോ തരുന്നുണ്ടാവില്ല, ഓഫർ ചെയ്യുന്നുണ്ടാവില്ല. യാതൊരു തരത്തിലുള്ള എനർജീസ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തു എന്നുള്ള ഒരു ടൈമിൽ വരുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. എഗെയിൻ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ എനർജീസ് ആണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ എനിക്ക് ഒന്ന് ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു ഈ റീഡിംഗിൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.